ചെറിയൊരു ടെസ്റ്റിന് നടത്തിയതാ, പാളിപ്പോയി കേട്ടോ. എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഒക്കെ വേണ്ടി ഇനിയിപ്പോൾ വിളിക്കും. അപ്പോഴത്തേക്ക് ഞാൻ പോയി എല്ലാം ഒന്ന് നോക്കി വയ്ക്കട്ടെ, ലെവൽ എത്ര, ഇന്ന ഔട്ട്, അങ്ങനെ ഇപ്പോൾ വിളിക്കും. ഞാൻ ഇപ്പോൾ പോയി നോക്കട്ടെ. ഇനി നോക്കണില്ല, ഇനി നോക്കി നമുക്ക് ഓവറായിപ്പം ഫോബ് വരും എന്ന് പറഞ്ഞാൽ ചെയ്യണമെന്നുള്ള നിർത്തിയ സാധനമാണ്. അല്ല, നോർമലി ഈ സമയത്ത് പറഞ്ഞാൽ ഒരെണ്ണം ഉണ്ട്, ടെസ്റ്റിംഗ് ടൈം, അതാണ് ഇപ്പം നോക്കിയത്. പക്ഷെ പാളിപ്പ്. ഇനി ഞാൻ പൊട്ടി. ഇനി ഇവിടെ ഇത് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ചെയ്യും. ഫുഡ് ഉണ്ടാക്കണം കേട്ടോ, സെറ്റ് കേട്ടോ. ഇനി ഇത് കുടിക്കണം. വെച്ചിട്ടുണ്ട് കേട്ടോ, BTCയും ഇഥീരിയവും, ഇത് രണ്ടേ ഉള്ളൂ. മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നോക്കാം. ഇപ്പം ഇഥീരിയത്തിലൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്. റിസ്ക് കുറച്ച് ഇത്ര എത്തിച്ചു ചേട്ടാ. ഇത്രയും ബ്രീത്തിങ്ങിന് കൊടുത്തിട്ട് പിന്നെ അത് റിസ്ക് കുറച്ചിട്ടുണ്ട്. ഏകദേശം 1:2 അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ലിറ്ററിന്ന് നേരത്തെ കണ്ടവർക്ക് അറിയാം, ഇവിടെ വെച്ചിരുന്നേ. ഞാൻ ബ്രീത്തിങ്ങിന് കൊടുത്തതാണ്, എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു ചെറിയ. ഓക്കെയാണ്. ഇനി വെയിറ്റിംഗ് ഒന്നുമില്ല, അതിനെ എടുത്തിട്ടുണ്ട്. നമ്മുടെ പേഷ്യൻസ് ഉണ്ടായിരുന്നെങ്കിൽ ക്യാപ്ചർ ചെയ്യായിരുന്നു, നല്ലൊരു ക്യാപ്ചറും കിട്ടിയാണ്. ഒരു ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ നിന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തോന്നിയില്ല അത്രയും പോകുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ അത് തൊടാത്തത്. അടുത്തൊരു റീടെസ്റ്റിന് വന്ന് ഇനിയും എടുക്കണം. ഇനിയൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നാൽ എടുത്തങ്ങ് പോകണം. അടുത്ത ക്യാൻഡിലിൽ ബൈ ചെയ്യാന്ന് ചോദിച്ചത് തൊട്ടത് ക്യാൻഡിൽ ബൈ ചെയ്യണതിന് ഇപ്പോൾ ഒറ്റയടി. അയ്യോ, റെഡിയാക്കാം. ബൈ തൊടാൻ വന്നത് ഒറ്റയടി. ഇത് ലക്കെന്ന് വേണം പറയാം കേട്ടോ, പ്യൂർ ലക്ക്. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടെന്ന് പറയാം. ട്രേഡും കിട്ടി. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എനിക്ക് ഇവിടെ വയ്ക്കണമെന്നുണ്ട്, പക്ഷേ ഇതിൽ പറ്റണില്ല കേട്ടാ. കാരണം മറ്റേ ക്യാൻഡിൽ ഇവിടെ കിടക്കല്ലേ, ഇത് ഞാൻ പാതിനടുത്തല്ലേ. മറ്റതിൽ ലൈന് പോലെ കിടക്കും, നമ്മൾ വലിച്ചു വെച്ചാൽ മതിയല്ല. സ്റ്റോപ്പ് ലോസ് ഇവിടെ നല്ല ഇതിപ്പോൾ റേഷ്യോ കൂടുതലാണ്, മറ്റത് കുറഞ്ഞ് കിടക്കും സ്റ്റോപ്പ് ലോസ് ഇവിടെയൊക്കെ വരുമ്പോൾ. ഉണ്ടായിട്ടുണ്ട് കേട്ടോ SL. ഓക്കെയാണ്, സെറ്റ്, ഒന്നും പറയില്ല. ഒന്നും കൂടി ക്യാപ്ചർ ചെയ്താട്ടോ, ഇപ്പം ചെയ്തേ ഉള്ളൂ. ടക്കത് ഷുക്കൊന്ന് പോയി. ഓക്കെ. പൊക്കട്ടെ. വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ ഫോൺ. നീ SL ഇവിടെ വയ്ക്കണം, ഇവിടെ വെച്ച് പയ്യെ കയറ്റാം. പൊക്കട്ടെ. അടുത്തൊന്നും കൂടി SL ഇവിടെ വയ്ക്കാം. ഓക്കെ, അത് ഞാൻ ചെയ്തോട്ടെ. പേഷ്യൻസ് വെയിറ്റ് ചെയ്തിരുന്ന് എടുക്കായിരുന്നു, പക്ഷേ നമ്മളതുകൊണ്ടല്ല അത്രയും ചെയ്യാൻ പറ്റൂല, മനസ്സിലായോ? അത്രയും പേഷ്യൻസ് എടുക്കാൻ പറ്റില്ല. എന്നാൽ 5 മിനിറ്റിൽ വെച്ചാൽ എടുത്താണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാതെ എടുക്കാൻ പറ്റും. 5 മിനിറ്റ് വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് കറക്റ്റായി എടുക്കാൻ പറ്റും ട്രേഡ്. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ നിന്ന് കുഴപ്പമില്ലാതെ എടുക്കാം. പക്ഷേ ഈ 1 മിനിറ്റിൽ അത്രയും നമുക്ക് ഇത് എടുക്കാൻ പറ്റില്ല. കാരണം എനിക്കറിയാം അപ് ട്രെൻഡാണെന്ന്, അപ് ട്രെൻഡാണ് കണ്ടാ. അതുകൊണ്ടാണ് അവിടെ എടുത്തത്. ട്രെൻഡിന് എഗൻസ്റ്റ് ആയിട്ടല്ല ഞാൻ 1:2 എടുത്തത് ട്രേഡ്, മനസ്സിലായ? നല്ല മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു, നല്ല വാലറ്റിലുണ്ട്. ഇപ്പം കഴിഞ്ഞതിനി അത്രയും പേഷ്യൻസ് എടുക്കാൻ പറ്റില്ല, കാരണം ചെറിയതാണ്, ഒറ്റ മിനിറ്റിൻ്റെയാണ് കാര്യം, മനസ്സിലായ? ചെറിയ ലോസും ചെറിയ മൂവ്മെൻറ്റും വലിയ ഇതിലായിട്ടാണ് അതിൽ പറഞ്ഞത്. കാരണം വലിയ എമൗണ്ട് വരുന്നില്ല 1:1. അല്ലെങ്കിൽ നമ്മൾ 1 ലക്ഷം ഇട്ടിട്ട് ചെറിയ ക്യാൻഡിൽ ബേസ് ട്രേഡ് ചെയ്യണം, റിസ്ക്കാണ്. ചെറിയ മൂവ്മെൻറ്റിന് വലിയ പൈസ, മനസ്സിലായ? അതുപോലെയാണ് ലോസ് ആയാലും നമ്മൾ എത്ര വെച്ചിട്ടുണ്ടോ അത്ര ലോസ്. ചെറിയ ലോസ് വലിയ പ്രോഫിറ്റ്, മനസ്സിലായ? ലോസ് ഇപ്പം അതിൽ എത്ര 10,000 വരുമെങ്കിൽ പ്രോഫിറ്റ് അതിൽ 20, 25, 26, 30 പ്രോഫിറ്റ് അത്ര വരും. ലോസ് കുറവ്, പ്രോഫിറ്റ് കൂടുതൽ, ഡബിളും ട്രിപ്പിളും വരും ചെറിയ ഇത്. ചിലവും കൂടി ട്രില്ല് കയറ്റി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടും. അത്രയും പേഷ്യൻസ് വേണം. വീണ്ടും അതിൽ അടുത്ത കയറണമെങ്കിൽ അത്രയും നമുക്കിതിൽ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് എന്നെപ്പോലുള്ളവർക്ക് ഒട്ടും ചെയ്യാൻ പറ്റില്ല. സ്റ്റാർട്ടിങ്ങാണ്.
ഇത്ര ട്രസ്റ്റ് ഉണ്ടെങ്കിലും ഇതിൻ്റെ റെഡൊക്കെ വരുമ്പോൾ ഒറ്റ അടിയും കഴിച്ചു കളയും. അല്ലെങ്കിൽ 5 മിനിറ്റിൻ്റെ ട്രേഡ് ചെയ്യണം. 5 മിനിറ്റ് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് അതിൻ്റെ ബേസ് വെച്ച് കൂടെ പോകുമ്പോൾ അനുസരിച്ച് പയ്യെ 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 വിടാം. 5 മിനിറ്റിൽ വലുതായിട്ട് അടിക്കുന്നത് കാണിക്കും. അത്രയ്ക്ക് വാളറ്റിലാണെങ്കിൽ മാത്രമേ 5 മിനിറ്റിൽ നല്ല മൂവ്മെൻറ്റ് കാണിക്കൂ. ഇറങ്ങുകയാണ് നേരെ, ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇറങ്ങുകയാണ്. ടൈമായി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗായ്സ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആയിട്ടുണ്ട്. ഇതൊക്കെ നാളെ കാണാൻ പറ്റുള്ളൂ. ഇന്നത്തെ രാവിലത്തെ ട്രേഡും സെറ്റായിരുന്നു കേട്ടോ. ഒരു രസമല്ല. സില്ലി മാൻ ഇന്നലത്തെ പ്രോഫിറ്റിന്ന് മനസ്സിലല്ല, അതാണ് പ്രോഫിറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്. സില്ലി മാൻ നമ്മളെ മൈൻഡിന്റെ തിങ്കിങ് ആണത് ലോസ് കാരണം. നമുക്ക് ട്രേഡിങ് അറിയാം എന്ന് പറഞ്ഞങ്ങ് ഇറങ്ങണം, അത്രേ ഉള്ളൂ. പക്ഷേ ലോസ് നമ്മൾ കൺട്രോൾ ചെയ്യണം കേട്ടോ. അത് മസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മള് രണ്ട് SL തന്നെ അങ്ങ് പോകും. അതെപ്പോഴും ഓർമ്മ വേണം കേട്ടോ. നമ്മളെ മാർക്കറ്റ് ചെയ്യുന്നപ്പോഴും പൈസ അതായത് അതിന്റെ പ്രോസസ്സ് നോക്കുക, പ്രോഫിറ്റ് എടുക്കുമ്പോൾ പയ്യെ അങ്ങ് നമ്മളെപ്പോഴും സേഫായിട്ട് കളിക്കാനാണ് അതിൽ. നോ റിസ്ക്. ഇനി അപ്പോൾ ചെറിയ നോക്കട്ടെ. കൊള്ളാം. അതൊക്കെ ഒരു മഴ കാരണം വിട്ടതാണ് ഇന്ന് ഡെയിലി എടുക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും വലുതാവണമെന്ന് പറയണ്ടല്ലേ ഡെയിലി ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ കാണുമായിരുന്നു. ഇനി ഞാൻ പോയി ഫ്രഷ് ആവട്ടെ. ഫുഡ് റെഡി ആക്കിയിട്ട് ഇനി ഇത് കഴിക്കാൻ പോകണം. ഫുള്ള് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നേരെ ഡ്യൂട്ടി കയറുന്ന സമയമായി. ഇനിയുണ്ട്, ടൈമുണ്ട്, കുഴപ്പമില്ല. ഇനി എല്ലാം പോയി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നേരെ കയറട്ടെ. ഔട്ടിന് കാരണം എല്ലാം പുറത്തല്ലേ, എത്രയാണെന്നൊരു ഇതൊന്നും നോക്കിയതിന് ശേഷം പോവാ. എന്താ ഇപ്പൊ ഡൗൺ ആണ്, ഏകദേശം 120 വ്യത്യാസമുണ്ട്. ഇനി ഔട്ട് പോവാ. കയറും 2-2.5 മണിക്കൂർ മുമ്പേ ഏകദേശം അതാവും. അപ്പം ഇനി ഞാൻ പോയി അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് മാർക്ക് ചെയ്ത്. പക്ഷേ BTCയിൽ ഇപ്പം വോളിയം ഇല്ല, അതുകൊണ്ട് ഇപ്പം തൊടൂല. എൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഒട്ടും വോളിയം ഇല്ല, കണ്ടാ. പിന്നെ അടുത്ത ഇത്തീരിയം മൂവ്മെൻറ്റ് ഇതിന് പുറത്തിറങ്ങട്ടെ, ഗേജിന് പുറത്തിറങ്ങണം. 1 മിനിറ്റ്, അതുവരെ വെയിറ്റ് ചെയ്യണം. ചെറിയ ട്രേഡ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇത് തന്നെ ഹണ്ട് ചെയ്തായിരുന്നു കേട്ടാ. മാർക്കറ്റ് വീണ്ടും താഴെ വരുമെന്ന് തോന്നുന്നില്ല. ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് ഹണ്ട് ചെയ്ത് ഇവിടെ വെച്ചത്, ഹണ്ട് ചെയ്ത് ഇവിടെ വെച്ചത്, ഹണ്ട് ചെയ്ത് ഒന്നുകിൽ ഇതുവരെ പോവും, ഇതിനെ കഴിഞ്ഞ് ഇവിടം വരെ വരും, അല്ലെങ്കിൽ ഇവിടം വരെ വരും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് റിട്ടേൺ. മാർക്കറ്റിൽ പിന്നെ നല്ല മൂവ്മെന്റ് വന്ന്. പക്ഷെ ആ സമയത്ത് ഞാൻ ഇല്ലായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അത്. അതിനടുത്ത് ഞാൻ പോയി എല്ലാം ഒന്ന് നോക്കട്ടെ. വന്നിരുന്നെങ്കിലും എനിക്ക് എടുക്കാൻ പറ്റൂലായിരുന്നു ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. അത് ഞാൻ പ്രതീക്ഷിച്ചതോട്ടല്ല പോയത്. ഞാൻ അപ്പ് ട്രെൻഡാണ് പ്രതീക്ഷിച്ചത്, പോയത് ഡൗണാ. വേറെ കുഴപ്പമില്ല കേട്ടോ, സെറ്റാണ്. ഇവിടെ കുഴപ്പമില്ല കേട്ടോ, സെറ്റാണ്. മീറ്ററിൻ്റെ ഫോട്ടോ എടുക്കണം റീഡിങ് എഴുതാൻ വേണ്ടി. പമ്പ് ചേഞ്ച് ചെയ്യാറുണ്ട്, പോയി ചേഞ്ച് ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ടോ? പമ്പെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇറങ്ങട്ടെ. റീഡിങ് എല്ലാം എഴുതി സെറ്റാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം കുഴപ്പമില്ല. മാർക്കറ്റിലെ 2 SL ഹിറ്റ് ഇന്ന് നിർത്തി. ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് പോയി വിശക്കാണ്, ഫുഡ് കഴിച്ചില്ല. ജസ്റ്റ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് പിന്നെ മീറ്ററിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കാം. അതായത് മനസ്സിലായില്ല, എപ്പോഴും ഒരു 9:30, എൻ്റെ അവിടുത്തെ 9:30 ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഫോട്ടോ അയച്ചു കൊടുക്കാം റീഡിങ്ങിൻ്റെ. അതെ, വേറെ പരിപാടിയൊന്നുമില്ല. റീഡിങ് എല്ലാം എഴുതി കഴിഞ്ഞ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.